എൻ്റെ കയ്യിൽ പത്രോസ്. ഞാൻ സാക്ഷ്യം പറയാൻ പറ്റിയതാണ്. ഞാനൊരു ജീവിതക്കാരനായിരുന്നു. അപ്പോഴാണ് എൻ്റെ ജീവിതം അവിടെ വെച്ചാണ് ശരിക്കും മാറിയത്. നീ പിടിച്ച് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടിയില്ല. ഞാൻ അവസാനം എനിക്ക് ഭ്രാന്ത് വരികയായിരുന്നു. വിട്ടിട്ട് പോകാൻ നോക്ക്. അപ്പോഴേക്കായിരുന്നു നീ അങ്ങേറ്റൊന്ന് യേശു പറഞ്ഞ എനിക്ക് വന്നു. എൻ്റെ അടുത്ത് ചോദിച്ച് എന്തായിരിക്കും മോനെ അത് എന്താ വെച്ചാൽ കിട്ടിയ ഞാൻ പറഞ്ഞു ചാള പോലെ കിട്ടിയത്. അപ്പൊ യേശുവിനോട് പറഞ്ഞു ആരെ നീ അപ്പോൾ എനിക്ക് വീശി നന്നായിരുന്നു. എനിക്കാണെങ്കിൽ പ്രാന്തികൾ വയ്യായിരുന്നു. ഞാനും യേശു വന്ന ആദ്യം നമ്മളെ ഇടവും ആഴത്തിലേക്കൊന്ന് വീശി കുറച്ചേരം കഴിഞ്ഞപ്പോഴേ മല കീറാറായി പെരുത്തം നീക്കി. പിന്നെ ഞങ്ങളെ കൂട്ടുകാരന്മാരേക്ക് വിളിച്ച് അവരെ കൊണ്ടൊക്കെ ഒന്ന് സഹായിപ്പിച്ച് എന്നാലും അവിടെ അവരുടെ വലയിലും നല്ല ചാള ആയില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണേ. അപ്പൊ കർത്താവിനെ നോക്കി ഒരു വാക്ക് പറഞ്ഞു മകനെ നീ ഇന്ന് മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാണ്, നീ എൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. നീ വെള്ളം വെച്ചിട്ട് നേരെ യേശുവിന് പറയാൻ പോകുന്നു. എല്ലാവരും അങ്ങനെ പോകും. എൻ്റെ ജീവിതം കളർഫുള്ളായിട്ട് അടിച്ചു പൊളിച്ച് നാട്ടടിച്ച് ആയിട്ട് എന്തൊക്കെയാണെന്ന് പറയുന്നത് ജീവിതം ഫുള്ളായിട്ടൊക്കെ മാറി. ഇന്ന് എൻ്റെ ജീവിതത്തിൽ യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ എൻ്റെ അവസ്ഥ മാറി. അതുപോലെ നമ്മളെ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്താവ് ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടിടും. പക്ഷെ അത് ശരിയായ രീതിയിൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പക്ഷെ കർത്താവ് ഒരു കാര്യം അറിയാം. കർത്താവ് പത്രോസിന്റെ പടയിൽ ഇരുവരും അവിടെ അനുഭവം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവ് വരുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതം എല്ലാം മാറാൻ പറ്റും. പത്രോസിന്റെ ജീവിതം മാറാൻ പറ്റുകയാണ് നമ്മുടെ ജീവിതം മാറാം. നമ്മുടെ ജീവിതം ഉൾക്കൊള്ളാവുന്നത്